അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ തരൂരിനെ പാർട്ടിയുടെ മുഖമാക്കണമെന്ന് ഒരു വിഭാഗം യുവ നേതാക്കൾ. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അസറ്റാണ് ശശി തരൂർ എം പി. തിരുവനന്തപുരത്തുകാർ ശശി തരൂരിന് വോട്ട് ചെയ്യുന്നത് അദ്ദേഹം ഒരു വ്യവസ്ഥാപിത കോൺഗ്രസുകാരനായതുകൊണ്ടല്ല. വിശ്വപൗരനായ ഒരു കേരളീയൻ, ലോകത്തിനു മുന്നിൽ അറിവും അനുഭവവും നിറവാർന്ന വ്യക്തിത്വവും കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരു ഭാരതീയൻ എന്നിങ്ങനെയുള്ള ഐഡന്റിറ്റികൾ കൂടി ഉള്ളതിനാലാണ്. പി രാജീവിന്റെ ഒരു കോട്ടിന് വിഷയം ഇത് സത്യമാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഞാൻ വിവാദം ഉണ്ടാക്കാനല്ല എഴുതിയത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചു. തരൂര് തിരുവനന്തപുരത്ത് കാലുകുത്തിയ അന്നു മുതൽ ഇന്നാട്ടിലെ കോൺഗ്രസുകാർക്ക് അനഭിമതനാണ്. ആ സത്യം അവർ തുറന്നു പറയാറില്ലെങ്കിലും ഇടയ്ക്കിടെ മറനീക്കി പുറത്തു വരും. സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ശശി തരൂരിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പാർട്ടി നേതാക്കൾക്കിടയിൽ തരൂരിനെതിരായ വികാരം ശക്തമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമുദ്ര തന്നെ പടലപ്പിണക്കവും തൊഴുത്തിൽ കുത്തുമാണ്. ആ കോൺഗ്രസുകാരോടാണ് പാർട്ടി പൊളിറ്റിക്സ് അല്ല കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് തരൂർ പറയുന്നത്. ദേശീയ നേതൃത്വം തരൂരിന് നൽകുന്ന പ്രാധാന്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിഭാഗവും അതൃപ്തരാണ്. പാർട്ടി ഫോറങ്ങളിലെ ചർച്ചകളിൽ തരൂർ പങ്കെടുക്കാത്തതിനെ കുറിച്ചും വിമർശനമുണ്ട്. ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ പോലെയാണ് തരൂരെന്നാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ ആക്ഷേപം. KPCC പ്രസിഡന്റ് K സുധാകരൻ ഒഴികെ പാർട്ടിയിലെ എല്ലാ ഗ്രൂപ്പുകളും തരൂരിനെതിരെ പോരാടാൻ കാത്തിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അഭിമതനായി ശശി തരൂർ മാറിയേക്കും എന്ന ഭയം എല്ലാ ഗ്രൂപ്പ് മാനേജർമാരെയും വല്ലാതെ അലട്ടുന്നുണ്ട്. നിലവിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് 3 സ്ഥാനാർത്ഥികളുണ്ട്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ. ഈ നേതാക്കൾക്കിടയിൽ അടി ഉണ്ടായാൽ തരൂര് സമവായ സ്ഥാനാർത്ഥിയായി ഉയർന്നു വന്നേക്കാം. രാഹുൽ തരൂർ ചർച്ചയിൽ നിന്ന് AICC ജനറൽ സെക്രട്ടറി വേണുഗോപാലിനെ പോലും ഒഴിവാക്കിയത് ഗ്രൂപ്പ് നേതാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ തരൂരിനെ പാർട്ടിയുടെ മുഖമാക്കണമെന്ന് ഒരു വിഭാഗം യുവ നേതാക്കൾ കരുതുന്നു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കി പ്രതികരിക്കുന്നത് ഇക്കാലത്തെ യുവാക്കൾ അംഗീകരിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമായും വികസനോന്മുഖമായും ജനപക്ഷത്ത് നിൽക്കുന്നവരെയാണ് ജനം അംഗീകരിക്കുക. എന്തായാലും പുതിയ വിവാദം തരൂരിന് കൂടുതൽ ഗുണമാണ് ചെയ്യുന്നത്. തരൂരിന് പുതിയൊരു വികസന രാഷ്ട്രീയം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വഴിത്തിരിവായി ഈ വിവാദം മാറിയിരിക്കുന്നു. ആളുകൾ തരൂരിന്റെ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുമുണ്ട്. പാർട്ടിക്ക് പുറത്ത് മികച്ച ജനകീയ അടിത്തറ വളർത്തിയെടുത്ത VS അച്യുതാനന്ദനെ പോലെയാണ് തരൂരെന്ന് ചില കോൺഗ്രസുകാർ ഭയക്കുന്നുണ്ട്.